ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അമ്മു സൈഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സീക്രട്ട് പെട്ടിയിൽ എന്താണുള്ളതെന്നാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ 2 സീക്രട്ട് പെട്ടികളുണ്ട്. ഇതാ ഒരു വലുതുണ്ട്, പക്ഷേ ഇന്ന് വലുത് കാണിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ടൈം എനിക്കില്ല. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ഞു പെട്ടിയുടെ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഈ പെട്ടിക്കകത്ത് മെയിനായിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട്സ് തന്നിട്ടുള്ള ഗിഫ്റ്റുകളാണ്. പിന്നെ എൻ്റെ ചെറിയൊരു കളക്ഷനും കൂടിയിട്ട് ഇതിൻ്റെ അകത്തുണ്ട്. സോ അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. അല്ലേ, നിറയെ ഐറ്റംസ് ഉണ്ട്. അപ്പം വലുതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അതിൻ്റെ അകത്ത് എന്തോരം ഉണ്ടാവുമെന്ന്. സോ അപ്പം ഞാൻ നിങ്ങൾക്ക് ഓരോന്നയച്ച് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അല്ല, ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഞാൻ എല്ലാം കൂടി എടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതൊക്കെ എനിക്ക് ശ്രീദേവി തന്നെ ഗിഫ്റ്റ് ചെയ്തതാണ്. ശ്രീദേവി, വൈഗ, ഹർഷ ഇവർ 3 പേരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. സോ അപ്പോൾ അവർ തന്ന ഗിഫ്റ്റുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇത് ഹർഷോസ് ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ കുറച്ച് കഥ പറയാനുണ്ട് ഗൈസ്. ഞങ്ങൾക്കൊരു ഫ്രണ്ട്ഷിപ്പ് ട്രീ ഉണ്ട്. ആ ഫ്രണ്ട്ഷിപ്പ് ട്രീയുടെ ലീഫാണ് ഈ കാണുന്നത്. അതെന്ന് പറഞ്ഞാൽ സ്കൂളിലൊരു ട്രീ ഉണ്ട്. പണ്ട് ഒരു 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ആ മരത്തിൻ്റെ താഴെ ഇരുന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ് വിടൂല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സത്യമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ആ ട്രീ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ട്രീയാണ്. അപ്പം അതിൻ്റെ ഒരു ലീഫ് ഞങ്ങളിങ്ങനെ 3 പേരും പറിച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അന്ന് ഹർഷോസ് ഞങ്ങളുടെ ക്ലാസ്സിലല്ലായിരുന്നു. ഞങ്ങൾ 3 പേര് മാത്രമേ ഒരു ക്ലാസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ഹർഷോസും ഞങ്ങൾ 4 പേരുടെ ടീമായത് ഗെയ്സ്. അപ്പം ഇത് മാത്രമല്ല കേട്ടോ, ആ ട്രീയുടെ തോലാണ് ഈ കാണുന്നത്. അതിൽ നിന്ന് ഇങ്ങനെ തോലൊക്കെ ഇങ്ങനെ ഉരിഞ്ഞുരിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുഞ്ഞു കുഞ്ഞു പീസുകൾ ഞങ്ങൾ 3 പേര് വായിച്ച് ഇങ്ങനെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന. അപ്പോൾ അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് എൻ്റെ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് നമുക്ക് ഇങ്ങനെ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും കഴിക്കാനായിട്ട് ഒരു മിഠായിയാണ്. ആ മിഠായിയുടെ സംഭവമാണ്. ഇങ്ങനെ ഓരോ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചതാണ്. അതാ ഒരെണ്ണമുണ്ട്. പിന്നെ ഇതെനിക്ക് ഹർഷൂസ് ഗിഫ്റ്റ് ചെയ്തതാണ്. ഞങ്ങളിങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് കളിക്കാറുണ്ട്. സോ അങ്ങനെ ഹർഷൂസ് ഗിഫ്റ്റ് ചെയ്തതാണിത്. പിന്നെ കുറേ ഗോലീസ് ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലത്തെ ഒരുപാട് ഗോലീസ് ഉണ്ട്. കുറച്ച് ഹർഷൂസ് തന്നതുണ്ട്, ശ്രീദേവി തന്നതുണ്ട്. പിന്നെ കണ്ണനുണ്ട്. കണ്ണൻ എൻ്റെ കസിനാണ്, ഓൻ തന്നതുണ്ട്. ഇതുപോലെ ഒരുപാട് ഗോലികളുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് ബുക്കാണ്. ഇത് ശ്രീദേവി തന്ന ബുക്കാണ് കേട്ടോ, ക്യൂട്ടായിട്ടുള്ള ഒരു ബുക്ക്. പിന്നെ ഇത് വൈഗോസിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. ഇതിൻ്റെ അകത്ത് ക്യൂട്ടായിട്ട് എന്താണ്ടൊക്കെ എഴുതി, യു ആർ എ ബ്യൂട്ടിഫുൾ ഗേൾ എന്നൊക്കെ എഴുതി. അങ്ങനത്തെ കുറേ എഴുത്തുള്ളതുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത് ഫുള്ള് എഴുത്തുള്ളതാണ്. ഒരുപാടുണ്ട് അങ്ങനത്തെ എഴുത്ത്. പിന്നെ ഇത് വൈഗോസ് ഉണ്ടാക്കിയൊരു ഫ്ലവർ. അത് ഈ പെട്ടിയിലിരുന്ന് ഇങ്ങനെ അപ്പം പോലെ ആയിപ്പോയതാണ്. നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ ഇത് ശ്രീദേവി തന്നതാണ് കേട്ടോ. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഷെല്ല്. വേറെ ഒരുപാട് ഷെല്ലുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഷെല്ലുണ്ട്. ഞാൻ എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നില്ല. സെയിം ആയിട്ടുള്ളതൊക്കെ കുറച്ചേ കാണിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ എനിക്കും ടൈമില്ല. എനിക്കിത് കഴിഞ്ഞിട്ട് ഡാൻസ് ക്ലാസ്സിൽ പോകാനുള്ള. അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ട് എടുക്കുന്നതാണ്. ഇത് ശ്രീദേവി തന്നതാണ്. പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ബുക്ക് ഉണ്ട് ഗെയ്സ്. ഇതും ശ്രീദേവി തന്നതാണ്. പിന്നെ ഇത് ഇങ്ങനെ വിരലിലൊക്കെ ഇങ്ങനെ ഇടുന്ന ടൈപ്പ്, ഇങ്ങനെ വിരലിലൊക്കെ ഇടുന്ന ടൈപ്പ് സംഭവമാണ്. അത് കുറച്ചെണ്ണം എനിക്ക് ഹർഷൂസ് ഗിഫ്റ്റ് ചെയ്തതാണ്. ബാക്കി കുറച്ചൊക്കെ ഞാനും മിഠായി വാങ്ങിച്ചപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയതാണ്. പിന്നെ ഇതൊക്കെ വൈഗോസിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്, ക്യൂട്ടായിട്ടുള്ള. വീണ്ടും കുറച്ച് ഇങ്ങനത്തെ ചോക്കിയുടെ ഉണ്ട്. ഒരെണ്ണം താഴെ പോയി. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ട്. സ്കൂളിൽ നിന്ന് ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ സ്റ്റാമ്പ്സ് ഒക്കെ കിട്ടും. അപ്പോൾ അതെല്ലാം ഞാൻ കളക്ട് ചെയ്ത് വയ്ക്കും. ഒരുപാട് സ്റ്റാമ്പ്സ് ഉണ്ട്. പിന്നെ ഇത്തവണ ഒരു സ്റ്റാമ്പ് കിട്ടി. അതെവിടെയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഇത് ശ്രീദേവിയും ഞാനും കൂടിയിട്ട് എന്നോ വിരലിലിങ്ങനെ മഷിയാക്കിയിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അത് ഞാനിങ്ങെടുത്തുകൊണ്ട് പോന്നു.
പിന്നെ ഇത് VAS, ഇതൊക്കെ പണ്ടത്തെയാണ് കേട്ടോ. ഹർഷൂസൊക്കെ വരുന്നതിന് മുമ്പുള്ളതാണ്. 7ാം ക്ലാസ്സിലാണ്, 8ാം ക്ലാസ്സിലാണ് ഹർഷൂസ് വന്നത്. അപ്പോൾ ഇത് വൈഗൂസ് എഴുതി തന്ന. ഇത് ഞാനും ശ്രീദേവിയും കൂടിയിട്ട് പിണങ്ങിയിരുന്നപ്പോൾ ഓളെനിക്ക് തന്നതാണ്. പിന്നെ ഇതൊരു ആലിലയാണ്. ഇത് ഞാൻ ഏതോ അമ്പലത്തിൽ പോയപ്പോഴത്തേക്കും അവിടുത്തെ ആലില മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ ഒരു ഇല എടുത്തിട്ട് പോകുന്നതാണ്. അപ്പോൾ അത് സൂക്ഷിച്ച് വെച്ചാൽ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അതിൻ്റെ ഇത് മുകളിലോട്ടുള്ള ഭാഗം പോയി. പിന്നുള്ളത് ഒരു ഹെയറാണ് ഗേസ്, ഒരു ഫേക്ക് ഹെയറാണ്. അത് ഞാൻ ഇതുപോലെ കൂടിലിട്ട് സൂക്ഷിച്ചേക്കണത് എന്താ വെച്ചാൽ ഡാമേജ് ആവാണ്ടിരിക്കാനായിട്ട്. ഞാൻ എന്തായാലും യൂസ് ചെയ്യാറില്ല, അപ്പോൾ അത് നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കൂടിലാക്കി അങ്ങനെ വെച്ചതാണ്. വീണ്ടും ഒരു VAS എന്ന് പറഞ്ഞാൽ വൈഗ അനുഗ്രഹ ശ്രീദേവി അങ്ങനെയാണ് കേട്ടോ. എൻ്റെ ഒറിജിനൽ നെയിം അനുഗ്രഹ എന്നാണ് കേട്ടോ. ഈ അമ്മു എന്ന് നമ്മുടെ ചാനലിൻ്റെ പേര് അമ്മു എന്നാണല്ലോ, സോ അങ്ങനെ എൻ്റെ പേര്. പിന്നെ ഇത് ഞങ്ങളിങ്ങനെ കുറേ ഫിംഗർ ടിപ്പ് ഇത് വെച്ചിട്ട് കുറേ ചെയ്തതും പിന്നെ കുറേ സൈനൊക്കെ ഇട്ടിട്ട് പിന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് 3 ആഴ്ച കീറിയിട്ട് അങ്ങനെ എടുത്തതാണ്. പിന്നെ ഇത് അൽഫോൺസൊക്കെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ സ്കൂളിൽ എല്ലാവർക്കും അവൾ ഇതുപോലത്തെ ഒരു കാർഡ് ഉണ്ടാക്കി കൊടുത്തു, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാനൊരു രസത്തിന് സൂക്ഷിച്ച് വെച്ചതാണ്. പിന്നെ ഇത് വൈഗൂസ് ഉണ്ടാക്കി തന്നൊരു ക്യൂട്ടായിട്ടുള്ള ബുക്കാണ്, കളറിങ് ബുക്ക്. അപ്പം ഞാൻ ഒന്നും കളർ ചെയ്തിട്ടില്ല. ഞാൻ ഇതൊന്നും ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ഒന്നും ഞാൻ എടുക്കൂല. ഇത് കണ്ടില്ലേ കളറിങ് ബുക്ക്, പക്ഷെ കളറൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഡാൻസ് ക്ലാസ്സിൽ വെച്ച് ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കിട്ടിയപ്പോഴത്തേക്കും അതിൻ്റെ അകത്തുണ്ടായിരുന്നൊരു നോട്ടാണ്. വിഷ് യു എ ഹാപ്പി എക്സ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയതാണ്. പിന്നെ ഇതൊരു സ്ക്രാച്ച് ബുക്കാണ്. ഇതും വൈഗൂസ് തന്നതാണ്, ക്യൂട്ടായിട്ടുള്ളൊരു സ്ക്രാച്ച് ബുക്ക്. പിന്നെ ഇതാ ഒരു ബുക്ക്, ഇത് ശ്രീതൂസ് തന്നതാണ്. പിന്നുള്ളത് വീണ്ടും കുറേ ഇതുപോലത്തെ വിരലിലിടുന്ന ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ കുറേ ചോക്കി എനിക്ക് ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ ചോക്കി വാങ്ങുമായിരുന്നു അങ്ങനത്തെ. പിന്നെ ഇത് വൈഗൂസിൻ്റെ കുറേ നോട്ട്സൊക്കെ. അത് ഞാനിപ്പോൾ എല്ലാം വായിച്ച് കേൾപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നൊന്നും വീഡിയോ തീരില്ല, അത്രയ്ക്ക് അധികം ഉണ്ട്. ഇത് ഒരെണ്ണം വായിച്ച് കേൾപ്പിക്കാം. യു ആർ മൈ ഗിഫ്റ്റ്. ശരി തന്നെ ഗൈസ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് തന്നെ പൊക്കി പറയുന്ന കുറേ നോട്ട്സൊക്കെ ഉണ്ട്. പിന്നെ വീണ്ടും ഒരെണ്ണമുണ്ട്, ഇത് ക്യൂട്ടായിട്ടുള്ളൊരു നോട്ട്. വീണ്ടും എന്താ വൈഗൂസിൻ്റെ ഒരുപാട് നോട്ട്സ് ഉണ്ട്. പിന്നെ ഉള്ളത് ശ്രീതൂസിൻ്റെ ആണ്. ശ്രീതൂസിൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ള ഇത്, അതോളം എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ വീണ്ടും കുറച്ച് ഗോലീസ് ഉണ്ട്. പിന്നെ കുറച്ച് ഷെൽസ് ഉണ്ട്. അയ്യോ ഗീസ്, എനിക്ക് ധൃതി പിടിച്ചിട്ട് ഇതെല്ലാം കൂടി മറിഞ്ഞ് താഴെ പോകണം. അപ്പോൾ കുറച്ച് ഷെൽസ് ഉണ്ട്. പിന്നെ ഒരു കൃഷ്ണൻ്റെ ക്യൂട്ടായിട്ടുള്ള പിക്ചർ. ഇത് എൻ്റെ കയ്യിലൊരു 2-3 വർഷമായിട്ട് ഇത് എൻ്റെ കയ്യിലുണ്ട്. അപ്പം അത് ഞാൻ മിസ്സായി പോകാണ്ടിരിക്കാൻ ഈ പെട്ടീൻ്റെ അകത്താക്കി വെച്ചതാണ്. പിന്നെ ഇത് ക്യൂട്ടായിട്ടുള്ള ഒരു ക്രോക്സിലൊക്കെ വെക്കുന്ന ആ ഒരു സംഭവമാണ്. അത് 2 എണ്ണം ഹർഷൂസ് ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ ഇത് NCCയുടെ സ്റ്റാമ്പാണ്. ഞാൻ NCCക്ക് ഉണ്ട്, സോ അപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. സ്റ്റിക്കർ ടൈപ്പ് സംഭവം. പിന്നെ വീണ്ടും കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. കുറച്ച് ഷെൽസ് ഉണ്ട്. അത്രയൊക്കെ തന്നെ ഈ പെട്ടിക്കകത്തുള്ളൂ. പെട്ടിതാ കുറച്ച് പൊടികളും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ പെട്ടിക്കകത്തുണ്ടായിരുന്നത്. അപ്പം പെട്ടീൻ്റെ അകത്ത് ഇതൊക്കെയാണുള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് ഇത്രയും കുഞ്ഞു ഐറ്റംസ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തോരം ഐറ്റംസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ അടുത്തായിട്ട് വരും. ഇതിൻ്റെ അകത്ത് ഇതിനേക്കാൾ എക്സ്പെക്റ്റേഷൻ എന്താ പറയുക, അത്രക്കധികം ഐറ്റംസ് ഉണ്ട്. എനിക്കാണെങ്കിൽ ഈ പെട്ടിയാണ് കുറച്ചുകൂടി ഇഷ്ടം എന്ന് വേണേൽ പറയാം. ഞാൻ ഒരു ഐറ്റം എടുത്ത് കാണിച്ചു തരാം. ഗേസ് കണ്ടില്ലേ, ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒരു ക്യൂട്ടായിട്ടുള്ള ഡോളാണ്. ഇത് വൈഗൂസ് ഗിഫ്റ്റ് ചെയ്തതാണ്. സോ അപ്പോൾ അത് ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസാണ് ഈ പെട്ടിക്കകത്തുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഈ പെട്ടിക്കകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം, വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.